അങ്ങനെ നമ്മുടെ രാജസ്ഥാനിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പാലിയിലെ ബുള്ളറ്റ് ബാബ ടെമ്പിൾ കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പോകുന്ന വഴിയൊക്കെ നല്ല ഹൈവേ ആണ്, പിന്നെ നല്ല ചൂടാണ് കേട്ടോ. രാജസ്ഥാനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണുന്നൊരു സ്ഥിരം കാഴ്ചയായിട്ട് ഇങ്ങനെ കുറേ ചെമ്മരിയാടുകളായിട്ട് പോണ ആട്ടിടയന്മാർ. അപ്പോൾ ഇവരെ രബാരികൾ എന്നാണ് പറയണത്. ഇവരിങ്ങനെ പരമ്പരാഗതമായി കന്നുകാലികളെ മേയിച്ചെടുക്കുന്നൊരു നാടോടി സമൂഹമാണ്. അവരവരുടെ പരമ്പരാഗത വേഷമൊക്കെ ധരിച്ചാണ് ഇങ്ങനെ പോണത്. ഇവരിങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ സമയമെടുത്ത് യാത്ര ചെയ്തിട്ട് പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. ഇതാ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ആൾക്കാരാട്ടോ. നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേരെ കാണാം. കുറേ പേര് നടന്നും വണ്ടിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണത് നമുക്ക് കാണാൻ പറ്റും. രബാരി വിഭാഗത്തിലെ ആണുങ്ങൾ മിക്കപ്പോഴും വൈറ്റ് ഡ്രസ്സാട്ടോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കാരണം ഇവർ ചൂടിൽ നിന്നും അതിജീവിക്കാൻ സഹായിക്കും. രബാരി പുരുഷന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അവരുടെ തലയിലിരിക്കുന്ന തലപ്പാവാട്ടോ. സാധാരണ ഈ മുതിർന്നവർ ചുവപ്പ് തലപ്പാവാണ് ഉപയോഗിക്കുന്നത്. ഈ തലപ്പാവിന് മീറ്ററുകളോളം നീളമുണ്ട് കേട്ടോ. ഇതും ഇവർക്ക് തലയെ ചൂടിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഓംബാന ടെമ്പിളിലെത്തി. ബുള്ളറ്റ് ബാബ ടെമ്പിൾ എന്നൊക്കെയായിട്ട് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ തൊട്ട് ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കിവിടെ വരണമെന്നുണ്ടായി. അങ്ങനെയാണ് ഈ യാത്രയിൽ ഈ ടെമ്പിൾ ഞാൻ കണക്ട് ചെയ്തത്. ഈ അമ്പലത്തിൻ്റെ ഒരു കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1988 രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തലവൻ്റെ മകനായ ഓംബന്ന റത്തോർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. പുള്ളി ഈ ഹൈവേയിലൂടെ ബൈക്കിൽ പോയിരുന്നു. അന്നേരം ബൈക്കിൽ നിയന്ത്രണം വെട്ടിക്കൊണ്ട് ഒരു മരത്തിൽ വന്നിടിച്ച് പുള്ളിയെ സ്പോട്ടിൽ വെച്ച് മരിച്ചുപോയി. അപ്പോൾ ഈ പോലീസുകാരൊക്കെ ഈ ബൈക്ക് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ബൈക്ക് പോലീസ് സ്റ്റേഷനിലില്ല, തിരിച്ച് ഈ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ വന്നിരുന്നു. പിന്നെ വീണ്ടും പോലീസുകാർ ബൈക്ക് എടുത്ത് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. അന്നേരം അതിൻ്റെ പെട്രോളൊക്കെ ഊറ്റി കമ്പി ചങ്ങല കൊണ്ടൊക്കെ കെട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചത്. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും നോക്കുമ്പോഴും ഇതേ ബൈക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ മരത്തിൻ്റെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർക്കും പോലീസുകാർക്കും മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ബൈക്കിനെ വിട്ടു പോകാൻ താല്പര്യമില്ലാന്ന്. അങ്ങനെയാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടായത്. അപ്പോൾ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലും അതുപോലെ ചരമദിനത്തിലൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നണേ അദ്ദേഹത്തിൻ്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. ഇതാണ് കേട്ടോ ബൈക്ക്. പുള്ളി അന്ന് ഓടിച്ച ബൈക്കാണിത്. റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350 എന്ന് പറഞ്ഞ ബൈക്കാട്ടോ. വഴിപാടായിട്ട് മദ്യമൊക്കെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ മദ്യം തന്നെ ആളുകൾക്ക് പ്രസാദമായിട്ടും കൊടുക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഭയങ്കര തിരക്കാണ്. ഇത് കൊടുക്കാനും മേടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അതതിൻ്റെ പൂജാരിയാണെന്ന് തോന്നുന്നു പൊക്കത്തിരിക്കണം.
ഇപ്പോൾ ഈ മരത്തിലേക്കാണ് അന്ന് വന്ന് ഇടിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ആളുകൾ ഇങ്ങനെ ഈ മരത്തിന് ചുറ്റും ഇങ്ങനെ ചുവപ്പും മഞ്ഞയായിട്ട് നൂലൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇത് വേറെ ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റുന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബുള്ളറ്റ് ബാബയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ജോധ്പൂരിലേക്ക് പോകണം. അവിടെ ഒരു കോട്ടയുണ്ട്, മെഹ്റാൻഗർ ഫോർട്ട് ഉണ്ട്. അത് കാണാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ആ കോട്ടയുടെ താഴെ എത്തിട്ടോ. പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് അത് സമയം കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറമേ കൂടെയുള്ള കാഴ്ചകളൊക്കെ കാണാനേ പറ്റുള്ളൂ. നല്ല ഭംഗിയായിട്ട് ഇതിനിങ്ങനെ ഒരു വ്യൂ, പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി അകത്തൊന്ന് കയറ്റുമെന്ന്, പക്ഷേ അവർ സമ്മതിച്ചില്ല. നാളെ വരാനാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് നാളെ കാണാൻ സമയമില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രിപ്പിൽ ഒരുപാട് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ജോധ്പൂർ അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ ബ്ലൂ സിറ്റി എന്നാണ് കേട്ടോ. ഇത് ആ ബ്ലൂ സിറ്റിയുടെ ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ആ ഫോർട്ടിൻ്റെ സൈഡിൽ പോകുന്ന വഴി സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ കാണാം. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരുപാട് പട്ടങ്ങൾ ഈ നഗരത്തിന് മുകളിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം കേട്ടോ. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ചിലപ്പോൾ ഈ വള്ളിയൊക്കെ നമ്മുടെ കഴുത്തിലേക്ക് ഉടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോകണം. നല്ല അടിപൊളി, ആ കോട്ടയോട് ചേർന്ന് തന്നെയാണ് ആ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് ആ വ്യൂ പോയിൻ്റ് കാണാൻ തന്നെ അതിമനോഹരമായൊരു കാഴ്ചയാട്ടാ. ഇവിടെ എല്ലാ വർഷവും ജനുവരി പകുതിയോടുകൂടി ഇൻ്റർനാഷണൽ കൈറ്റ് ഡെസേർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പ്രൊഫഷണലായിട്ടുള്ള പട്ടം പറത്തലുകാരൊക്കെ ഇവിടെ വന്ന് പട്ടം പറത്താറുണ്ട്. ഇവിടുത്തെ ഒരു പോളോ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് കേട്ടോ, ജോധ്പൂരിൽ തന്നെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ യാത്ര നമ്മൾ ജോധ്പൂരിൽ നിന്നും ബിക്കാനീർ പോണ ഒരു വഴിയിൽ ഒരു പമ്പിലായിരുന്നു അവസാനിച്ചത്. ഇന്നലെ നമ്മൾ ശരിക്കും ജയ്സാൽമീർ പോകാനാണ് വിചാരിച്ചത്, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ജോധ്പൂർ പിടിച്ച് ബിക്കാനീർ പോകാനായിട്ടുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ പോരുന്ന വഴി നമ്മൾ അവിടെ മറ്റേ ബുള്ളറ്റ് ബാബ, ഓം ബാബ ടെമ്പിളിലൊക്കെ വിസിറ്റ് ചെയ്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ, റൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ ഒരുപാട് പമ്പ് അന്വേഷിച്ചിട്ടും എല്ലായിടത്തും സമ്മതിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു ഹൈവേയിൽ നമുക്കൊരു പമ്പിൽ സ്റ്റേ കിട്ടി. ഇതാണ് ആ പമ്പ്, ഭാരത് BPCLൻ്റെ ഒരു പമ്പായിരുന്നു കേട്ടോ. ഇവിടെയുള്ള ചേട്ടന്മാർ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ അവർ രാവിലെ നമുക്ക് ചായയൊക്കെ തന്നു. പിന്നെ അവർ ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരാട്ടോ, ആഴ്ചയിലേക്ക് വീട്ടിൽ പോകും. അപ്പം രാവിലെ നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാനായിട്ട് അവരുടെ അടുക്കളയൊക്കെ തന്നിട്ടാണ്. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഇവിടുത്തെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ ഉച്ചക്കുള്ള കഞ്ഞിയും വേവിച്ച് എല്ലാം പാത്രത്തിലാക്കി. ഇനി നമുക്ക് കുക്കിങ്ങിനൊന്നും ഇറങ്ങണ്ട, ഫുഡ് കഴിക്കാൻ മാത്രം ഉച്ചയ്ക്ക് ഇറങ്ങി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചേട്ടന്മാരെയും കൂടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടന്മാർ കുറച്ച് ദൂരെയാണ്. ചേട്ടന്മാർ വീട്, ചേട്ടന്മാർ ഇവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാവണില്ല, അതാണ് ഇവിടുത്തെ വേറെ ഭാഷയാണ്. അതെ, മലയാളം നമ്മുടെ ഭാഷയാണ് സംസാരിക്കണമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യന്മാരുടെ പേരെന്ന് പറയുമോ? സുഭാഷ് ചന്ദ്ര അപ്പോൾ നമുക്ക് ഒരുപാട് നന്ദി. हमारे इधर भ्रमण करने के लिए मंजू साहब और रंजीत सिंह आ चुके हैं राजस्थान में, केदारनाथ पिलिंग स्टेशन पे. ഇവിടെ വേറെ പയ്യന്മാരുണ്ട് കേട്ടോ. വേറെ പയ്യുണ്ടായിരുന്നു.
दूसरा रामा बिलार बना एक पिक्चर है क्या गाड़ी उधर ही बहुत है യൂട്യൂബ് ചാനലേ. तो रामा बंग कर ले चुट्टो कर ला रहे ബനാമേ ജാമാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമുക്കിവിടെ സേഫായിട്ടിരുന്നോളം തന്നെ അവർ സേഫാന്ന് പറഞ്ഞു. അതൊരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ്. आपका नहीं आ रहा इधर जाओ आप ही ഓക്കെ താങ്ക് യു. थैंक यू